ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു എജുബോട്ട്. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നു പ്രകാശം പ്രതിപദിക്കുമ്പോൾ വെൻ ലൈറ്റ് റിഫ്ലക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ദ ഇൻസിഡന്റ് ആൻഡ് റിഫ്ലക്റ്റഡ് റേ. തന്നിരിക്കുന്ന ഡയഗ്രത്തിൽ നിന്നും നമ്മൾ പതനരശ്മി ഏതാണ്, പ്രതിപതന രശ്മി ഏതാണ് എന്ന് തിരിച്ചറിയണം. വളരെ എളുപ്പമുള്ള പരിപാടിയാ. നോക്കുക, പ്രതലത്തിലേക്ക് വന്ന് പതിക്കുന്ന രശ്മി ഏതാണ് നോക്കുക. പ്രതലത്തിലേക്ക് വന്ന് പതിക്കുന്ന രശ്മി ഇതാ. സോ വന്ന് പതിക്കുന്ന രശ്മിയെ നമ്മൾ പേരിട്ട് വിളിച്ചു പതനരശ്മി അല്ലെങ്കിൽ ഇൻസിഡന്റ് റേ. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ വന്നു വീണിട്ടുള്ള ആ ലൈറ്റ് റേക്ക് അവിടെ തന്നെ നിൽക്കാൻ പറ്റുമോ? ഇല്ല, അയാൾക്ക് റിഫ്ലക്ഷൻ സംഭവിക്കുന്നുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. സോ പതനരശ്മി അല്ലെങ്കിൽ ഇൻസിഡന്റ് റേ വന്നു വീണു. ഇത്തരത്തിൽ വന്നു വീണിട്ടുള്ള ഇൻസിഡന്റ് റേക്ക് റിഫ്ലക്ഷൻ സംഭവിച്ച അയാൾ തിരിച്ചു പോകും. അത്തരത്തിൽ തിരിച്ചു പോകുന്ന പ്രകാശരശ്മികളെ നമ്മൾ പേരിട്ട് വിളിച്ചു പ്രതിപതന രശ്മി അല്ലെങ്കിൽ റിഫ്ലക്റ്റഡ് റേ. സോ കോൺസെപ്റ്റ് ഇത്ര മാത്രമേ ഉള്ളൂ മക്കളെ. വന്നു വീഴുന്ന പ്രകാശരശ്മി ഏതാണോ അയാളെ നമ്മൾ ഇൻസിഡന്റ് റേ അല്ലെങ്കിൽ പതനരശ്മി എന്ന് പേരിട്ട് വിളിച്ചു. വന്നു വീണ ആൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, അയാൾക്ക് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പ്രതിപതനം സംഭവിക്കും. അത്തരത്തിൽ പ്രതിപതനം സംഭവിച്ചിരിക്കുന്ന രശ്മിയെ, ലൈറ്റ് റേയെ നമ്മൾ പേരിട്ട് വിളിച്ചു പ്രതിപതന രശ്മി അല്ലെങ്കിൽ റിഫ്ലക്റ്റഡ് റേ. ഇത്ര മാത്രമേ മനസ്സിലാക്കാനുള്ളൂ. കോൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ടോ? ക്ലിയർ ആണ്. ഇതിന്റെ കൂടെ ഞാൻ വേറൊരു പോയിന്റ് കൂടെ പറഞ്ഞു തരട്ടെ. വന്നു വീഴുന്ന പതനരശ്മി അതായത് നമ്മളുടെ ഇൻസിഡന്റ് റേ ഇവിടെ നോർമലുമായിട്ട് അല്ലെങ്കിൽ ലംബവുമായിട്ട് ഉണ്ടാക്കുന്ന ആ കോണളവിനെ, ആ ആംഗിളിനെ നമ്മൾ പേരിട്ട് വിളിച്ചു ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. എന്താ വിളിച്ചേ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് വിളിച്ചു, അല്ലെങ്കിൽ പതന കോൺ എന്ന് വിളിച്ചു. കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടോ? ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രകാശരശ്മികൾ വന്നു വീണ് അയാൾക്ക് റിഫ്ലക്ഷൻ സംഭവിച്ച് അയാൾ പ്രതിപതന രശ്മി അല്ലെങ്കിൽ റിഫ്ലക്റ്റഡ് റേ ആയിട്ട് പോയി. ഈ റിഫ്ലക്റ്റഡ് റേ നമ്മളുടെ ലംബവുമായിട്ട് ഉണ്ടാക്കുന്ന കോണളവിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചു? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്നും പേരിട്ട് വിളിച്ചു. കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? സോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ഇൻസിഡന്റ് റേ നോർമലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്. എന്താ ഈ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ? നമ്മളുടെ റിഫ്ലക്റ്റഡ് റേ നമ്മളുടെ ലംബവുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനെ കോണളവ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നത് എന്നുള്ള പോയിന്റ് കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ക്ലിയർ ആണോ? റെഡിയാണ്. ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. എന്താ ചോദ്യം? ദ ഫിഗർ ഷോസ് എ ബീം ഓഫ് ലൈറ്റ് ഫാളിംഗ് ഓൺ ടു ഡിഫറെന്റ് സർഫസസ്. രണ്ട് വ്യത്യസ്ത സർഫസുകളില്, രണ്ട് വ്യത്യസ്ത പ്രതലങ്ങളില് പ്രകാശരശ്മികൾ വന്നു വീഴുന്നതാണ് നമുക്ക് കാണുന്നത്. ഇവിടെ എന്താ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? നമ്മളോട് ചോദിക്കുകയാണ് വിച്ച് ടൈപ്പ് ഓഫ് റിഫ്ലക്ഷൻ ഈസ് റെപ്രസെന്റഡ് ബൈ ഫിഗർ 1. ഫിഗർ 1 കാണുന്ന പ്രതിപതനം ഏതാണ് എന്നാ ചോദ്യം. സോ നമ്മളിവിടെ നോക്കിയപ്പോൾ നമുക്ക് കാണാൻ പറ്റി ഈ രണ്ട് പ്രതലങ്ങളും, ഈ രണ്ട് സർഫസുകളും വ്യത്യസ്തമായിട്ടുള്ള പ്രതലങ്ങളാ. എന്താ വ്യത്യാസം? ഒന്നാമത്തെ സർഫസ് എടുത്തപ്പോൾ നമ്മൾ കണ്ടു നല്ല സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ആണ്. സോ നല്ല സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ആണോ? അത്തരത്തിലുള്ള സർഫസുകളിൽ, നല്ല മിനുസമുള്ള സർഫസുകളിൽ നടക്കുന്ന പ്രതിപതനം എന്ന് പറയുന്നത് റെഗുലർ റിഫ്ലക്ഷൻ ആണ്, ക്രമപ്രതിപതനാണ്. നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും അല്ലെ, നല്ല ക്രമമായിട്ടാണ് ഇവിടെ റിഫ്ലക്ഷൻ സംഭവിക്കുന്നത്. എന്നാൽ നിങ്ങൾ രണ്ടാമത്തെ സർഫസ് നോക്കിയേ. ഈ രണ്ടാമത്തെ സർഫസിൽ അത്രത്തോളം സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് അല്ല, വളരെ റഫ് ആയിട്ടുള്ള സർഫസ് ആണ്. റഫ് ആയിട്ടുള്ള സർഫസ് ആണോ? ക്രമമായിട്ടുള്ള പ്രതിപതനം അവിടെ സംഭവിക്കില്ല, റെഗുലർ ആയിട്ടുള്ള റിഫ്ലക്ഷൻ അവിടെ സംഭവിക്കുകയില്ല. അത്തരത്തില് റെഗുലർ അല്ലാത്ത, ക്രമമല്ലാത്ത റിഫ്ലക്ഷനെ, ക്രമമല്ലാത്ത പ്രതിപതനത്തിനെ നമ്മൾ പേരിട്ട് വിളിച്ചു ഇറഗുലർ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ വിസരിത പ്രതിപതനം. കോൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ടോ? സോ മക്കൾക്ക് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. നല്ല മിനുസമുള്ള സർഫസ് ആണോ, നല്ല സ്മൂത്ത് ആയിട്ടുള്ള പ്രതലമാണോ, കൃത്യമായിട്ട് മനസ്സിലാക്കാം അവിടെ റെഗുലർ റിഫ്ലക്ഷൻ സംഭവിക്കും. ഇനി തീരെ സ്മൂത്ത് അല്ല, റഫ് ആയിട്ടുള്ള സർഫസ് ആണ്, അവിടെ നടക്കുന്ന റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഇറഗുലർ റിഫ്ലക്ഷൻ ആണ് അല്ലെങ്കിൽ വിസരിത പ്രതിപതനമാണ് എന്ന് മനസ്സിലാക്കി വെക്കാം. കോൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ടോ? ക്ലിയർ ആണെങ്കിൽ, റെഡി ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് പ്ലെയിൻ മിറർ? തന്നിരിക്കുന്നവയില് പ്ലെയിൻ മിററിന്റെ സമതല ദർപ്പണത്തിന്റെ ഉദാഹരണം ഏതാ? വളരെ എളുപ്പത്തിൽ നിങ്ങൾ പറഞ്ഞു വെക്കൂ അല്ലെ. സമതല ദർപ്പണത്തിന്റെ ഉദാഹരണം എന്ന് പറയുന്നത് നമ്മളുടെ മുഖക്കണ്ണാടിയാണ് അല്ലെങ്കിൽ ഫേസ് മിറർ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. ചോദ്യം ഇതാണ്: സമതല ദർപ്പണത്തില് പ്രതിബിംബം കാണപ്പെടുന്നത് ഇങ്ങനെയാണല്ലോ. എങ്ങനെയാ അത്? വലതേ കൈ പൊക്കിയപ്പോ ഇവിടെ കണ്ണാടിയുടെ പ്രതിബിംബത്തിന് നമുക്ക് ഇടത് കൈ പൊങ്ങിയതായിട്ടാ കാണുന്നത്. സോ നമ്മളോട് ഇവിടെ ചോദിക്കുകയാണ് ഇങ്ങനെയുള്ള ഈ പ്രതിഭാസത്തിന് എന്ത് പേരാണ് നിങ്ങൾ വിളിക്കുക? വളരെ സിമ്പിൾ ആണ്. വലത് കൈ പൊക്കുന്ന സമയത്ത് ഒരു സമതല ദർപ്പണത്തിൽ നമ്മൾ കാണുന്നത് ഇടത് കൈ പൊങ്ങിയതായിട്ടാണ്. സോ അത്തരത്തിലുള്ള ഒരു പ്രതിഭാസത്തിനെ നമ്മൾ എന്ത് പേരിട്ടാ വിളിക്കുക? വളരെ ഈസിലി മക്കൾ പറഞ്ഞു വെക്കും. അത് ലാറ്ററൽ ഇൻവേർഷൻ അല്ലെങ്കിൽ
പാർശ്വിക വിപര്യം എന്നാണ് നമ്മൾ പേരിട്ട് വിളിക്കുന്നത്. എന്താ ഈ പാർശ്വിക വിപര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു പ്ലെയിൻ മിററിന്റെ അല്ലെങ്കിൽ ഒരു സമതല ദർപ്പണത്തിലെ പ്രതിബിംബത്തിന്റെ പ്രത്യേകതകളാ. ഒന്നാമത്തെ പ്രത്യേകതയായിട്ട് നമുക്ക് പഠിച്ചു വെക്കാം, ഇവിടെ ലാറ്ററൽ ഇൻവേർഷൻ അല്ലെങ്കിൽ പാർശ്വിക വിപര്യം സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ വലത് കൈ പൊക്കിയാൽ അവിടെ കണ്ണാടിയിൽ ഇടത് കൈ പൊങ്ങിയതായിട്ടാണ് കാണാൻ പറ്റുക. അത്തരത്തിലുള്ള ഒരു പ്രതിഭാസത്തിന് നമ്മൾ പാർശ്വിക വിപര്യം അല്ലെങ്കിൽ ലാറ്ററൽ ഇൻവേർഷൻ എന്ന് വിളിച്ചു. ഇനി ഇവിടെ ഡിസ്റ്റൻസിന്റെ കേസ് എടുക്കുകയാണ്, ദൂരത്തിന്റെ കേസ് എടുക്കുകയാണ്. ഞാനും കണ്ണാടിയും തമ്മിലുള്ള ദൂരവും ഇവിടെ കണ്ണാടിയും അവിടെ ഉണ്ടായിട്ടുള്ള പ്രതിബിംബവും തമ്മിലുള്ള ദൂരവും തുല്യമായിരിക്കും. ഓക്കെ ആണോ? റെഡിയാണ്. ഇനി മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് സൈസ് ആണ്, വലുപ്പമാണ്. ഇവിടെ ഒബ്ജക്റ്റിന്റെ വലുപ്പം അല്ലെങ്കിൽ വസ്തുവിന്റെ വലുപ്പവും ഇവിടെ കണ്ണാടിയിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിന്റെ വലുപ്പവും തുല്യമായിരിക്കും, ഈക്വൽ ആയിരിക്കും. സോ മക്കൾ മനസ്സിലാക്കി വെക്കാം, ഒബ്ജക്റ്റിന്റെയും ഇമേജിന്റെയും സൈസ് സെയിം ആയിരിക്കും. സോ സമതല ദർപ്പണത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു പ്ലെയിൻ മിററിൽ ഉണ്ടാകുന്ന ഇമേജുകളുടെ പ്രതിബിംബത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തേതായിട്ട് നമുക്ക് ലാറ്ററൽ ഇൻവേർഷൻ പറയാം, രണ്ടാമതായിട്ട് ഡിസ്റ്റൻസ് പറയാം, മൂന്നാമതായിട്ട് സൈസ് അല്ലെങ്കിൽ വലുപ്പവും പറഞ്ഞു വെക്കാൻ പറ്റും. കോൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ടോ? ക്ലിയർ ആണെങ്കിൽ, റെഡി ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഗിവൺ ബിലോ ബൈ ഒബ്സർവിംഗ് ദ ഫിഗർ. ഫിഗർ നോക്കിക്കൊണ്ട് നമ്മൾ ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യണം. ഇവിടെ നിങ്ങൾക്കൊരു സമതല ദർപ്പണം കാണാൻ പറ്റുന്നുണ്ട്. ഈ സമതല ദർപ്പണത്തിൽ ഇയാള്, ഈ നിൽക്കുന്ന ഈ മനുഷ്യൻ, ഈ വസ്തു എന്ന് പറയുന്ന ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒബ്ജക്റ്റ്, ഇയാളുടെ ഇമേജ് ഇവിടെ കാണുന്നുണ്ട്, ഇയാളുടെ പ്രതിബിംബം ഈ കണ്ണാടിയിൽ കാണുന്നുണ്ട്. സോ ഇയാളുടെ പ്രതിബിംബം ഈ കണ്ണാടിയിൽ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ നടന്നിരിക്കുന്ന റിഫ്ലക്ഷൻ എന്തൊക്കെയായിരിക്കും, പ്രതിപതനം എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ ഫ്ലോ ചാർട്ടിൽ കാണിക്കേണ്ടത്. ഓക്കെ ആണോ? റെഡി ആണോ? എന്നാ ചോദ്യത്തിലേക്ക് പോവാണേ. നോക്കണേ, സൂര്യനിൽ നിന്നുമുള്ള പ്രകാശരശ്മികൾ ഇങ്ങനെ വരികയാണ്. സൂര്യനിൽ നിന്നുള്ള പ്രകാശരശ്മികൾ ഇയാളുടെ മുഖത്തേക്ക് വന്നു വീണു. മുഖത്തേക്ക് പ്രകാശരശ്മികൾ വന്നു വീണ് എന്താ സംഭവിക്കുക? അവിടെ റിഫ്ലക്ഷൻ സംഭവിക്കും, അവിടെ പ്രതിപതനം സംഭവിക്കും. അത്തരത്തിൽ പ്രതിപതനം സംഭവിച്ചിട്ടുള്ള പ്രകാശരശ്മികൾ ലൈറ്റ് റേസ് കണ്ണാടിയിൽ പോയിട്ട് വീണു. കണ്ണാടിയിൽ പോയാൽ അവിടെ വെറുതെ നിൽക്കുവോ? ഇല്ല, അവിടെയും റിഫ്ലക്ഷൻ സംഭവിക്കും. സോ ഇവിടെ നിന്നും റിഫ്ലക്ഷൻ സംഭവിച്ച പ്രകാശരശ്മികൾ നമ്മളുടെ കണ്ണുകളിലേക്ക് എത്തും. അങ്ങനെയാണ് നമ്മൾ കണ്ണാടിയിലുള്ള പ്രതിബിംബങ്ങൾ കാണുന്നത്. സോ ഞാനിവിടെ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. പ്രകാശരശ്മികൾ എന്ത് ചെയ്യും? എൻ്റെ മുഖത്തേക്ക് വന്നടിക്കും. വന്നടിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് റിഫ്ലക്ഷൻ സംഭവിച്ച് കണ്ണാടിയിലേക്ക് പോകും. കണ്ണാടിയിൽ നിന്ന് തിരിച്ച് റിഫ്ലക്ഷൻ സംഭവിച്ച് എൻ്റെ കണ്ണുകളിലേക്ക് എത്തുമ്പോഴാണ് ഞാൻ എന്നെ തന്നെ കണ്ണാടിയിൽ കാണുന്നത്. സോ നമുക്ക് ഈ ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്തൂടെ? കംപ്ലീറ്റ് ചെയ്യാം. സൂര്യനിൽ നിന്നുള്ള പ്രകാശരശ്മികൾ വന്നു വീണു. എവിടെയാ വന്നു വീണത്? നോക്കണേ, നമ്മളുടെ ഫേസിലേക്കാണ്, മുഖത്തേക്കാണ്. സോ ഈ മുഖത്തേക്ക് പ്രകാശരശ്മികൾ വന്നു വീണ് കഴിഞ്ഞാൽ അവിടെ നിൽക്കുമോ മക്കളെ? ഇല്ല, അവിടെ നിന്നും റിഫ്ലക്ഷൻ സംഭവിക്കുന്നു, പ്രതിപതനം സംഭവിക്കുന്നു. പ്രതിപതനം സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾ എവിടെ പോയാ വീഴുക? കണ്ണാടിയിൽ പോയി വീഴും, അല്ലെങ്കിൽ അവിടെ മിററിലകത്ത് പോയി വീഴും എന്ന് നമുക്ക് പറഞ്ഞു വെക്കാം. ഈ മിററിൽ പോയി വീണ് കഴിഞ്ഞാൽ പിന്നെ എവിടെ നിൽക്കുമോ? ഇല്ല, അവിടെ നിന്നും റിഫ്ലക്ഷൻ സംഭവിച്ചു. റിഫ്ലക്ഷൻ സംഭവിച്ച് നമ്മളുടെ കണ്ണുകളിലേക്ക് എത്തുന്നു, ഐയിലേക്ക് എത്തുന്നു, നമ്മൾക്ക് കാഴ്ച സാധ്യമാകുന്നു. സോ ഈ ഫ്ലോ ചാർട്ട് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. കോൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ടോ? സെറ്റ് ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. റൈറ്റ് ദ അപ്ലിക്കേഷൻസ് ഓഫ് പെരിസ്കോപ്പ്. ഈ പെരിസ്കോപ്പ് എന്ന് പറഞ്ഞ ഡിവൈസ് നമ്മൾ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുക? നമുക്കറിയാം, പെരിസ്കോപ്പ് എന്ന് പറഞ്ഞ ഡിവൈസിൽ നടക്കുന്ന പ്രതിഭാസം ഏതാണെന്ന് ചോദിച്ചാൽ മക്കൾ പറഞ്ഞു വെക്കും, അത് ആവർത്തന പ്രതിപതനമാണ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ റിഫ്ലക്ഷനാ. എന്താ ഈ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ? ഒന്നിലധികം പ്രതിപതനം സംഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒന്നിലധികം റിഫ്ലക്ഷൻ സംഭവിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് രണ്ട് കണ്ണാടികൾ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? സോ ഇവിടെ ഒന്നാമത്തെ റിഫ്ലക്ഷൻ സംഭവിച്ചു, ഇവിടെ രണ്ടാമത്തെ റിഫ്ലക്ഷനും സംഭവിച്ചു. അതായത് ഒന്നിലധികം റിഫ്ലക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഒന്നിലധികം റിഫ്ലക്ഷനെയാണ് നമ്മൾ ആവർത്തന പ്രതിപതനം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നത്. സോ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫിനോമിനൻ ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് പെരിസ്കോപ്പ്. നമ്മളോട് അതാണോ ചോദിച്ചത്? അല്ല, നമ്മളോട് ചോദിച്ചു ഈ പെരിസ്കോപ്പിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്. ഒന്നാമത്തെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ വാർ ഫീൽഡിൽ ഉപയോഗിക്കുന്നു. യുദ്ധമുഖങ്ങളിൽ ശത്രുക്കളെ ഒളിഞ്ഞു നോക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഈ പെരിസ്കോപ്പ് കൂടെ നോക്കാറുണ്ട്. ഈ പെരിസ്കോപ്പിന്റെ ഇവിടെ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള ശത്രുക്കളെ കാണാൻ പറ്റും. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? റെഡിയാണ്. പിന്നെയോ സബ്മെറൈൻസിൽ ഉപയോഗിക്കാറുണ്ട്. എന്താ ഈ സബ്മെറൈൻസ് എന്ന് പറഞ്ഞാൽ? മുങ്ങിക്കപ്പലുകളാ. മുങ്ങിക്കപ്പലുകളിൽ നമ്മൾ എവിടെയാണ് ഉണ്ടാവുക? കടലിന്റെ ആഴത്തിലാണ് ഉണ്ടാവുക. സോ ഈ കടലാഴങ്ങളിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത്, കടലിൽ ആഴത്തിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ കടലിന്റെ സർഫസിൽ ഉള്ള വസ്തുക്കളെ നോക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഇത്തരത്തിലുള്ള പെരിസ്കോപ്പ് എന്ന് പറഞ്ഞ ഡിവൈസുകൾ ഉപയോഗിക്കാം. ഇത്രമാത്രം മനസ്സിലാക്കി വെക്കാം. പെരിസ്കോപ്പ് എന്ന് പറഞ്ഞ ഡിവൈസ് വർക്ക് ചെയ്യുന്നത് ഏത് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? ആവർത്തന പ്രതിപതനം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആണ്. രണ്ടാമത്തെ പോയിന്റ് മക്കൾ മനസ്സിലാക്കി വെക്കാം. യുദ്ധമുഖങ്ങളിലും അതുപോലെ തന്നെ മുങ്ങിക്കപ്പലുകളിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കോൺസെപ്റ്റ് ക്ലിയർ ആണോ?
താങ്ക് യു ഗൈസ്.